പെരിയാറിലെ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതി രാസമാലിന്യം കാരണമല്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജ് തുറന്നപ്പോൾ മേൽത്തട്ടിൽ നിന്നുള്ള ഓക്സിജൻ കുറഞ്ഞ ജലം ഒഴുകിയെത്തിയതാണ് അപകട കാരണം. പ്രാഥമിക റിപ്പോർട്ടിൽ ഇതാണ് വ്യക്തമാകുന്നത്. നഷ്ടപരിഹാരം നൽകുന്നത് പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പറയും. പെരിയാറിൽ ഏലൂർ ഫെറി ഭാഗത്ത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തെ തുടർന്ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സർവൈലൻസ് സംഘം പരിശോധന നടത്തുകയുണ്ടായി. മഴ ശക്തിപ്പെട്ടതിനെ തുടർന്ന് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഷട്ടർ തുറന്നപ്പോൾ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ ജലം കൂടിയ അളവിൽ ഒഴുകിയെത്തിയതാണ് മത്സ്യനാശത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. മത്സ്യകൃഷിക്കാർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറക്ക് അവ പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും. റോഷിപാൽ നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. റോഷിപാൽ, ഇപ്പോൾ ഈ പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് പിന്നാലെ പല റിപ്പോർട്ടുകളും വന്നത്, കുഫോസിന്റെ അടക്കം റിപ്പോർട്ടുകളിൽ രാസമാലിന്യം ഉണ്ടെന്നുള്ള സൾഫറിന്റെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നതുമാണ്. എന്നാൽ മുഖ്യമന്ത്രി ഇപ്പോൾ നിയമസഭയിൽ വ്യക്തമാക്കുന്നത് എന്താണ്? അത്തരത്തിൽ രാസമാലിന്യങ്ങൾ ഇല്ല, ഈ ഓക്സിജൻ കുറഞ്ഞത് മാത്രമാണോ പ്രശ്നമെന്നാണോ അദ്ദേഹം പറയുന്നത്? വിനീത, നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് മുഖ്യമന്ത്രി. അവിടെ പ്രദേശവാസികളും മത്സ്യകൃഷി നടത്തുന്നവരൊക്കെ ഉന്നയിച്ചത് രാസമാലിന്യം പുഴയിലേക്ക്, പെരിയാറിലേക്ക് ഒഴുക്കിവിട്ടതിനെ തുടർന്നാണ് മത്സ്യങ്ങൾ ചത്തുപൊന്തിയതെന്നാണ്. പക്ഷേ അത് പൂർണ്ണമായും നിഷേധിക്കുന്നു. മാത്രവുമല്ല, അത്തരത്തിൽ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. ഓക്സിജൻ, വെള്ളത്തിലെ ഓക്സിജന്റെ അളവിലുണ്ടായ വ്യതിയാനമാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തു പൊന്താനുള്ള കാരണം എന്ന നിലപാടാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ സ്വീകരിച്ചത്. ഈ കാര്യമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തത്. ഏതായാലും പ്രതിപക്ഷം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ പിന്തുണ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണയോടെയാണ് ഈ പെരിയാർ മലിനമാക്കുന്നത്, രാസമാലിന്യങ്ങൾ ഉൾപ്പെടെ മലിനമാക്കുന്നത് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഈ രാസമാലിന്യമല്ല മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചത്. ശരി, റോഷിപാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.